ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അർച്ചന വേൾഡ്. ഇത് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സിൻ്റെ മെസ്സേജ് എന്താണ് നിങ്ങൾക്കായിട്ടുള്ളത് എന്ന് നോക്കാനാണ്. ഇവിടെ നിങ്ങളുടെ പേഴ്സിൻ്റെ മെസ്സേജ് നോക്കുമ്പോൾ ഇവർ ഭയങ്കര ദൂരത്തിൽ ചിന്തിക്കുന്നു. അതായത് നിങ്ങളുമായിട്ട് നല്ല ഒരു മാരേജ് നടക്കണം, നിങ്ങളുമായിട്ട് നല്ലൊരു കുടുംബം ഉണ്ടാവണം, നിങ്ങളുമായിട്ട് നല്ല ഒരു അതായത് നിങ്ങൾക്കുണ്ടാകുന്ന കുഞ്ഞുങ്ങൾ നല്ല സന്തോഷമായിട്ടുള്ള കുടുംബമായിരിക്കണം. അങ്ങനെയൊക്കെ ദൂരത്തിൽ ഇവർ ചിന്തിക്കുന്നുണ്ട്. അതായത് എത്ര കുഞ്ഞുങ്ങൾ വേണം, അവരുമായിട്ടുള്ള ജീവിതം, നിങ്ങളും നിങ്ങളുടെ കുഞ്ഞുങ്ങളുമായിട്ടുള്ള ജീവിതം, ഇതെല്ലാം ഇവർ ദൂരത്തിൽ ചിന്തിക്കുന്നു. നിങ്ങളുമായിട്ട് ഏത് രീതിയിലുമുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള ആ ഒരു റിയാലിറ്റിയാണ് ഇവർ ചിന്തിക്കുന്നത്. ഇതെല്ലാം സത്യമാകുമെന്നും ഇവർ ചിന്തിക്കുന്നു. ഹോപ്പ്ഫുള്ളായിട്ടാണ് ഇരിക്കുന്നത്. എന്തായാലും ഒരു ദിവസം നിങ്ങളുമായിട്ട് നല്ല രീതിയിൽ നല്ലൊരു കുടുംബം ഉണ്ടാക്കുവാൻ ഇവർക്ക് സാധിക്കുമെന്നാണ് ഇവർ വിചാരിക്കുന്നത്. അപ്പോൾ കറണ്ട് സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ മാനിഫെസ്റ്റേഷൻ ചെയ്യുകയാണ്. നിങ്ങളുമായിട്ടുള്ള യൂണിയൻ, നിങ്ങളുമായിട്ടുള്ള മാരേജ്, ഇതെല്ലാം മാനിഫെസ്റ്റേഷൻ ചെയ്യുകയാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ ലവ് ലൈഫിൽ നിങ്ങളുമായിട്ട് യൂണിയനിൽ വരുവാനാണ് ഇവർ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഒരു സക്സസ്ഫുള്ളായിട്ടുള്ള എനർജിയിലാണ് നിങ്ങളുടെ പേഴ്സൺ ഉള്ളത്. ഇവർ ചിന്തിക്കുന്നത്, ഇവർ എന്താണോ പ്ലാൻ ചെയ്യുന്നത് അത് ഉറപ്പായിട്ടും ഒരു ദിവസം സക്സസ് ആകും എന്നാണ് ഇവർക്ക് തോന്നുന്നത്. നിങ്ങളെ ഒത്തിരി സ്പൈ ചെയ്യുന്നുമുണ്ട് നിങ്ങളുടെ പേഴ്സൺ. ഇവിടെ പുറമേ ഇവർ നിങ്ങളോട് ഇതൊന്നും കാണിക്കത്തില്ല. അതായത് ഇവർക്ക് നിങ്ങളെ സ്വന്തമാക്കണം, ഇവർ നിങ്ങളെ ഒത്തിരി സ്നേഹിക്കുന്നു എന്ന് അങ്ങനെ പുറമേ ഒന്നും കാണിക്കത്തില്ല. പുറമേ ഇവർ ഭയങ്കര ദേഷ്യമായിട്ടായിരിക്കും നിങ്ങളോട് പെരുമാറുന്നത്. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇവരുടെ ചിന്ത ഇതാണ്. അതായത് ഒരു കോക്കനട്ട്, പുറമേ ഭയങ്കര പാറ പോലത്തെ സ്വഭാവം, പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ വെള്ളമാണ്. അതേപോലത്തെ ഒരു സ്വഭാവത്തിലാണ് നിങ്ങളുടെ പേഴ്സൺ ഉള്ളത്. അതായത് പുറമേ റൂഡ് കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും, പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങളോട് ഭയങ്കര സ്നേഹമാണ്. ഇവിടെ ഒത്തിരി എക്സ്പ്രസീവാണ് നിങ്ങളുടെ പേഴ്സൺ, പക്ഷെ അത് നിങ്ങളോട് കാണിക്കത്തില്ല. ശരിയായ സമയം വരുമ്പോൾ നിങ്ങളോട് എക്സ്പ്രസീവ് ആകാമെന്നാണ് ഇവർ വിചാരിക്കുന്നത്. ഇതുകൂടാതെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് തിരികെ വന്ന് നിങ്ങൾക്ക് എന്തോ മെസ്സേജോ കോളോ തരുവാനും ആഗ്രഹിക്കുന്നു. ഇവർ നിങ്ങളോട് ഇങ്ങനെയും പറയുന്നതാണ്, ഇവരുടെ മൈൻഡിൽ എന്താണോ ഉള്ളത് അതിനു വേണ്ടി ഇവർ ആക്ഷൻ എടുക്കുന്നതാണ് എന്നും നിങ്ങളോട് പറയുന്നതാണ്. അപ്പോൾ നിങ്ങൾ പേഷ്യൻസോടെ കാത്തിരിക്കേണ്ടതാണ് നിങ്ങളുടെ പേഴ്സണിന് വേണ്ടി. ഈ ഒരു എനർജിയാണ് നിങ്ങളുടെ പേഴ്സൻ്റേത്. അപ്പോൾ ഈ രീതിയിലാണ് ഇവർ ചിന്തിക്കുന്നത്. ഇനി ഇവരുടെ മെസ്സേജ് എന്താണെന്ന് നോക്കാം നിങ്ങൾക്കായിട്ടുള്ള. ഇവിടെ ഫസ്റ്റ് മെസ്സേജ്, നിങ്ങൾ കരയുകയോ ഡിസപ്പോയിൻമെൻ്റ് ആയിട്ടിരിക്കുകയോ ചെയ്യുകയാണ് എങ്കിൽ നിങ്ങളുടെ പേഴ്സൺ പറയുന്നത്, നിങ്ങൾ ഒരിക്കലും വിഷമിക്കരുത്, നിങ്ങൾ നിങ്ങളുടെ മേൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കുവാനാണ് അവർ പറയുന്നത്. നിങ്ങൾ വിചാരിക്കുന്നത് ഒരു കാര്യവും ഒന്നും തന്നെ ബാലൻസിലാവത്തില്ല എന്നാണ് അവർ പറയുന്നത്. നിങ്ങൾ അങ്ങനെ ചിന്തിക്കാൻ പോകരുത്, നിങ്ങൾ നിങ്ങളുടെ മേൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കാനാണ് അവർ പറയുന്നത്. നെക്സ്റ്റ് മെസ്സേജ്, നിങ്ങളുടെ പേഴ്സണും നിങ്ങൾക്കും ഇടയിൽ എന്തെങ്കിലും ഫൈറ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിലോ തേർഡ് പാർട്ടി ഇഷ്യൂ ഉണ്ടായിട്ടുണ്ടെങ്കിലോ അതിൽ നിന്ന് ഇവർ പുറത്തു വരുന്നതായിട്ടാണ് ഇവിടെ നിങ്ങളോട് പറയുവാൻ പോകുന്നത്. അതായത് തേർഡ് പാർട്ടി ഇഷ്യൂ എന്താണോ അത് ഹീലാക്കി അതിൽ നിന്ന് പുറത്തു വരുവാൻ ശ്രമിക്കുകയാണ് നിങ്ങളുടെ പേഴ്സൺ. അപ്പോൾ നിങ്ങൾ തമ്മിൽ എന്ത് ബ്ലോക്കേജസ് ആണോ ഉള്ളത് അതെല്ലാം ഹീലാക്കുവാൻ നിങ്ങളുടെ പേഴ്സൺ ശ്രമിക്കുന്നുണ്ട്. നെക്സ്റ്റ് മെസ്സേജ് എന്ന് പറയുന്നത്, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ അൺകണ്ടീഷണലായിട്ട് സ്നേഹിക്കുന്നു എന്നാണ് പറയുന്നത്. ഇവിടെ നിങ്ങൾ ഇവരെ അങ്ങനെയാണ് സ്നേഹിച്ചത്, അതുകൊണ്ടാണ് ഇവരും നിങ്ങളെ അൺകണ്ടീഷണലായിട്ട് സ്നേഹിക്കുന്നത്. നിങ്ങൾ തമ്മിൽ ഇപ്പോൾ വളരെയധികം ഡിസ്റ്റൻസിലാണ് ഉള്ളത് എങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് വരുന്നതായിട്ടുള്ള ആ ഒരു എനർജി കാണാൻ സാധിക്കുന്നു. നിങ്ങൾക്ക് തോന്നുന്നു നിങ്ങളുടെ പേഴ്സൺ പേടിച്ച് പിന്മാറും, നിങ്ങളെ ചതിക്കും എന്നൊക്കെയാണ്. പക്ഷെ അവരുടെ മെസ്സേജ് ഇതാണ്, എന്താണോ നമ്മുടെ ഡെസ്റ്റിനിയിലുള്ളത് അതായിരിക്കും സംഭവിക്കുന്നത്. എൻ്റെ ഭാഗത്തു നിന്ന് ഞാൻ മാക്സിമം ശ്രമിക്കുമെന്നാണ് അവർ പറയുന്നത്. അവർ പറയുന്നത്, നിങ്ങളും അവരും ഒന്നായിട്ട് ജീവിക്കുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത് എങ്കിൽ ഉറപ്പായിട്ടും അത് നടക്കും. ഇല്ല എങ്കിൽ ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരമായിരിക്കും കാര്യങ്ങൾ നടക്കുക എന്നാണ്. പക്ഷേ ഇവരുടെ ഭാഗത്തു നിന്ന് ഇവർ പൂർണ്ണമായിട്ടും ശ്രമിക്കും. മിക്കവാറും ആൾക്കാരുടെ പേഴ്സണൽ മാരേജ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു, നിങ്ങളുമായിട്ട് യൂണിയൻ ആവാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ ഇവിടെ പേരൻസ് ഒരു തേർഡ് പാർട്ടി ആയിട്ട് വന്നിട്ടുണ്ട്. ചില ആൾക്കാരുടെ ലൈഫിൽ ഏതോ ഒരു ഫീമെയിലാണ് തേർഡ് പാർട്ടി ആയിട്ട് വന്നിരിക്കുന്നത്. ഇവർ കാരണമാണ് നിങ്ങൾക്ക് ലവ് ലൈഫിൽ ഒന്നാവാൻ സാധിക്കാത്തത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്.
അപ്പോൾ കൂടുതൽ ആൾക്കാരുടെയും പേഴ്സൺ ഇവിടെ ഉറപ്പായിട്ടും ആക്ഷൻ എടുക്കുന്നതാണ്, പോസിറ്റീവായിട്ടുള്ള ആക്ഷൻ. അപ്പോൾ നിങ്ങൾ ഇവർക്ക് വേണ്ടി ഹോപ്പ്ഫുള്ളായിട്ട് വെയിറ്റ് ചെയ്യേണ്ടതാണ്. നിങ്ങൾ ഒന്നും തന്നെ പേടിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ പേരൻസും തേർഡ് പാർട്ടിയുമാണ് ഭയങ്കരമായിട്ട് പ്രശ്നമായിട്ട് വന്നിരിക്കുന്നത്. അതായത് പേരൻസ് നിങ്ങൾ തമ്മിൽ ഒന്നാവാതിരിക്കുവാൻ വേണ്ടി ഒബ്സ്റ്റിക്കൽസ് ക്രിയേറ്റ് ചെയ്യുന്നു. പിന്നെ ഒരു ഫീമെയിൽ എനർജിയുടെ ഇതാണ് കാണാൻ സാധിക്കുന്നത്. ആ ഒരു ഫീമെയിൽ എനർജി നിങ്ങളെ തമ്മിൽ ഒന്നാക്കാതിരിക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നു. ഇതിൽ ഏതാണോ നിങ്ങൾക്ക് റെസൊണേറ്റ് അത് മാത്രം എടുക്കുക. പക്ഷേ നിങ്ങളുടെ പേഴ്സൺ ഒരു പോസിറ്റീവായിട്ടുള്ള ആക്ഷൻ ഉറപ്പായിട്ട് എടുക്കുന്നതാണ്. നിങ്ങൾ കാത്തിരിക്കേണ്ടതാണ് ഇവർക്ക് വേണ്ടി. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിംഗ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നതിൻ്റെ റീഡിങ്ങിലൂടെ ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നത് എല്ലാവർക്കും ബൈ. ഓം നമഃ ശിവായ. താങ്ക് യു സോ മച്ച്.